നമസ്കാരം, ഞാൻ ഡോക്ടർ എ ആർ സ്മിത് കുമാർ, അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിരുദ്ധ ആഹാരങ്ങളെ പറ്റിയിട്ടാണ്. ഒരുപക്ഷെ വിരുദ്ധ ആഹാരങ്ങൾ ഒരു ആയുർവേദത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കാം. അധികം പഴയ ആൾക്കാർക്കൊന്നും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കൊന്നും അറിയത്തില്ല. ഒരുപക്ഷെ പഴയ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ ആണെങ്കിൽ വിരുദ്ധാഹാരത്തെപ്പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. ഈ വിരുദ്ധാഹാരങ്ങൾ പല രോഗത്തിലേക്കും നയിക്കും. എന്താണ് ഈ വിരുദ്ധാഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരുപദ്രവകരമായിട്ടുള്ള രണ്ട് ആഹാരങ്ങൾ അതിൻ്റെ ദഹന പ്രത്യേകതകൾ മൂലം അത് ശരീരത്തിന് ഹാനികരമായിട്ട് മാറുന്ന അവസ്ഥയാണ് വിരുദ്ധാഹാരങ്ങൾ. ഒരുപക്ഷെ രണ്ട് ആഹാരങ്ങളും നമുക്ക് നിരുപദ്രവകരമായിരിക്കും, പക്ഷേ അത് നമ്മൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ ദഹനത്തിനുണ്ടാകുന്ന ചില പ്രത്യേകതകൾ മൂലം അത് ശരീരത്തിന് ഹാനികരമായിട്ട് മാറുന്ന അവസ്ഥയാണ് വിരുദ്ധാഹാരമെന്ന് പറഞ്ഞാൽ. ഇന്ന് ഒരുപാട് രോഗങ്ങളിൽ വിരുദ്ധാഹാരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. പലർക്കും ഈ വിരുദ്ധാഹാരങ്ങൾ എന്താണ് എന്നതിനെ പറ്റിയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല രോഗങ്ങളിലേക്കും അത് ഈ രോഗങ്ങളിലേക്ക് നയിക്കുന്നതും. ആ വിരുദ്ധാഹാരങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അറിവ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അനിവാര്യമാണ്. ഉദാഹരണത്തിന് പലതരത്തിലുള്ള സ്കിൻ ഡിസീസ്, സോറിയാസിസ് പോലുള്ള രോഗങ്ങൾ, ആൾക്കാർ വലിയ മാരകമായിട്ട് കരുതുന്ന രോഗമാണ് സോറിയാസിസ്. ഒന്നുമില്ല. മിക്കവാറും സോറിയാസ് കേസുകളിലെ ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വിരുദ്ധാഹാരങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇവിടെയും പലപ്പോഴും പല സോറിയാസ് കേസുകളും വരും. നമുക്ക് വളരെ ഫലപ്രദമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, 27 വയസ്സേ ഉള്ളൂ. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു സ്പോട്ട് പോലും ഇല്ല. പക്ഷേ ആ കുട്ടിയുടെ നമ്മുടെ ഒരു ലൈഫ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവരുടെ ഒരു ആഹാര രീതികളുടെ ഹിസ്റ്ററി നോക്കിയപ്പോൾ ഈ പുളിശ്ശേരിയും മീനും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതാണ് സ്ഥിരമായിട്ട് കഴിക്കുക. പുളിശ്ശേരിയും മീനും വിരുദ്ധമാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതാണ് പലതരത്തിലുള്ള സ്കിൻ ഡിസീസുകളിലേക്കും പ്രത്യേകിച്ച് സോറിയാസ് അടക്കമുള്ള പല രോഗത്തിലേക്കും നയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മോരും മീനും അല്ലെങ്കിൽ പുളിശ്ശേരിയും മീനും വിരുദ്ധമാണ്. അതുപോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു വിരുദ്ധാഹാരമാണ് കോഴിയിറച്ചിയും തൈരും. നമ്മൾ ചിക്കൻ ബിരിയാണിക്കൊപ്പം കഴിക്കുന്നത് എന്താണ്? ഈ ചിക്കനും തൈരിൻ്റെ സലാഡുമാണ്. ഇന്നത്തെ ചില പുതിയ തരത്തിലുള്ള ആഹാരങ്ങളുണ്ട്, അതാണെങ്കിലോ ഈ തൈരിൽ മുക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ പലതരത്തിലുള്ള രോഗത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു വിരുദ്ധാഹാരമാണ് പുട്ടും പഴവും. പുട്ടിൻ്റെ കോമ്പിനേഷനല്ല പഴം. അതുകൊണ്ടാണ് പുട്ടും പഴവും കൂടെ കഴിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? നെഞ്ചിരിച്ചിലുണ്ടാവും. അത് വിരുദ്ധാഹാരം ആയതുകൊണ്ടാണ്. പല വീടുകളിലും പഴം പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പുട്ടാണ്, പഴം തീരുന്നവരെ പുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ നമ്മൾക്കാണെങ്കിൽ ശരീരത്തിന് ഹാനികരമാണ്. ഇനിയും പല വിരുദ്ധാഹാരങ്ങളും ഉണ്ട്. തേനും നെയ്യും കൂടെ തുല്യ അളവിൽ കഴിക്കുന്നത് വിരുദ്ധമാണ്. എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നത് വിരുദ്ധമാണ്. അതേപോലെ പാലും പുളിയുള്ള പഴവും, ഈ ഇപ്പോഴത്തെ ചില പുതിയ ആഹാരങ്ങളുണ്ട്, ഷാർജ ഷേക്കുകൾ പോലുള്ള സാധനങ്ങൾ, പാലും പുളിയുള്ള പഴവും വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരം വിരുദ്ധാഹാരങ്ങൾ നമുക്ക് പലതരത്തിലുള്ള രോഗത്തിലേക്ക് നയിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വളരെ വലുതാണ്. മറ്റൊരു വിരുദ്ധാഹാരമാണ് ചൂടും തണുപ്പും കൂടെ ഇടകലർത്തി ഉപയോഗിക്കുന്നത്. അത് വിരുദ്ധമാണ്. അതേപോലെ ഒന്നിലധികം മാംസങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് അതും വിരുദ്ധമാണ്. അതേപോലെ തൈരിനൊപ്പം ഉഴുന്ന്, വാഴപ്പഴം ഇത് കഴിക്കുന്നതും വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ ആവശ്യമാണ്. സ്ഥിരമായിട്ട് 1-2 ദിവസമൊക്കെ നിങ്ങൾ വിരുദ്ധാഹാരം കഴിച്ചെങ്കിൽ ശരീരം അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ സ്ഥിരമായിട്ട് വിരുദ്ധാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കും.